71st question. Aristotle considered option A, comedy a higher art form than tragedy. Option B, both comedy and epic equally high. Option C, epic an inferior art form. Option D, tragedy a higher art form than comedy. So അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന ഒരു ട്രിറ്റീസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ട്രാജഡിയുടെ ഡെഫിനിഷനും അതുപോലെ ട്രാജഡിയുടെ 6 എലമെൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ആ 6 എലമെൻസ് എന്നുള്ളത്. The 6 elements of tragedy according to Aristotle are plot, character, thought, diction, music, spectacle. എന്തൊക്കെയാണ്? പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മ്യൂസിക് ആൻഡ് സ്പെക്ടക്കിൾസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ട്രാജഡി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട് എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ തരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ 6 എലമെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ അരിസ്റ്റോട്ടിൽ ചോദിച്ചിട്ടുണ്ട് ട്രാജഡി ഇറ്റ്സ് എ ഹയർ ആർട്ട് ഫോം ദാൻ കോമഡി. ഓക്കെ, which of the poets suffered from blindness and wrote a sonnet on blindness? Option A, Dryden. Option B, Ezra Pound. Option C, Byron. Option D, John Milton. So the right answer is John Milton. On his blindness എന്ന് പറയുന്നത് ജോൺ മിൽട്ടന്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ആൻഡ് ഇറ്റ് ഷോസ് മിൽട്ടൺസ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആസ് ഹീ ഈസ് ലൂസിങ് ഹിസ് വിഷൻ അല്ലെങ്കിൽ സൈറ്റ്. പുള്ളിക്കാരൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതുന്ന അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ഫെയ്ത്ത് കാണിക്കുന്ന ഒരു വർക്കാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി ഡ്രൈഡൻ എന്ന് പറയുമ്പോൾ മാക്ഫ്ലെക്നോ ആൻഡ് ആബ്സോളം ആൻഡ് എക്കിറ്റോഫിൽ എന്ന് പറയുന്ന 2 പോയംസ് എഴുതി. ഓക്കെ, ഇനിയും കുറച്ച് നല്ല പോയംസ് എഴുതിയിട്ടുണ്ട്, എങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 2 പോയംസ് ആണ് മാക്ഫ്ലെക്നോ ആൻഡ് ആബ്സോളം ആൻഡ് എക്കിറ്റോഫിൽ എന്ന് പറയുന്നത്. ആബ്സോളം ആൻഡ് എക്കിറ്റോഫിൽ ഒരു പോയമാണ്. മാക്ഫ്ലെക്നോ എന്ന് പറയുന്നത് വേറൊരു നല്ല പോയമാണ്. ഇത് രണ്ടും സെറ്റാരിക്കൽ എലമെന്റ്സ് ഉള്ള പോയമാണ്. സെറ്റയേഴ്സ് ആണ്, സെറ്റാരിക്കൽ പോയമാണ്. ഓക്കെ, ഇനി നമുക്ക് എസ്ര പൗണ്ടിലേക്ക് കടക്കാം. എസ്ര പൗണ്ട് ദ കാൻറ്റോസ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള പോയം എഴുതിയ വ്യക്തിയാണ്. ഓക്കെ, എസ്ര പൗണ്ടിന്റെ വർക്കാണ് ദ കാൻറ്റോസ്. ഇനി ബൈറൺ ആകട്ടെ മാസിപ്പ എന്ന് പറയുന്ന ഒരു ലോങ് നാരറ്റീവ് പോയം എഴുതിയിട്ടുള്ള ആളാണ്. അബൌട്ട് 17th century മിലിറ്ററി ലീഡർ ഓഫ് യുക്രൈനിലെ ഒരു 17ാം നൂറ്റാണ്ടിലെ ഒരു മിലിറ്ററി ലീഡറിനെ കുറിച്ച് എഴുതിയ ഒരു ലോങ് നാരറ്റീവ് പോയമാണ് മാസിപ്പ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോയം എഴുതിയിരിക്കുന്നത് ബൈറൺ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ NTA നെറ്റിന് വരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബൈറൺ. ഓക്കെ, Adonais is an elegy that mourns the death of Option A, Shelley. Option B, Alfred Tennyson. Option C, Arthur Hallam. Option D, John Keats. So the right answer is option D, John Keats. അപ്പോൾ അഡോണൈസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്ററൽ എലജി ആണ്. അത് എഴുതിയിരിക്കുന്നത് ഷെല്ലിയാണ്. നമുക്കറിയാം എലജി എന്ന് പറയുമ്പോൾ സാഡ് പോയമാണ്. ടു എക്സ്പ്രസ് ദ സോറോ ഫോർ സംവൺസ് ഡെത്ത്, മറ്റാരെങ്കിലും മരിച്ചതിൽ നമുക്കുണ്ടാകുന്ന വിഷമം അറിയിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് പോയമാണ് ഈ ഒരു എലജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡോണൈസ് എന്ന് പറഞ്ഞ വർക്ക് എഴുതിയിരിക്കുന്നത് ഷെല്ലിയാണ്. ജോൺ കീറ്റ്സിന്റെ മരണം പുള്ളിക്കാരന് ഉണ്ടാക്കിയ വിഷമത്തിന്റെ പുറത്ത് എഴുതിയ ഒരു വർക്കാണ് ഈ ഒരു അഡോണൈസ് എന്ന് പറയുന്നത്. ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത് ടെന്നിസന്റെ ഒരു എലജിയാണ്. ടെന്നിസൺ എഴുതിയ ഒരു എലജിയാണ്. ആരുടെ ഡെത്ത് കാരണം എഴുതിയ എലജിയാണ്? AHH, ആർതർ ഹെൻറി ഹാലം. ഇപ്പം നമുക്ക് ഓപ്ഷൻ സിയിൽ കിട്ടിയിരിക്കുന്ന ആർതർ ഹെൻറി ഹാലത്തിന്റെ ഡെത്തിനോട് അനുബന്ധിച്ചാണ് ടെന്നിസൺ ഈ ഒരു ഇൻ മെമ്മോറിയം എന്നുള്ളൊരു വർക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇൻ മെമ്മോറിയം റിട്ടൺ ബൈ ടെന്നിസൺ ടു എക്സ്പ്രസ് ദ സോറോ ഫോർ ഹിസ് ഫ്രണ്ട്സ് ഡെത്ത്. ഏത് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ പേരെന്താണ്? ആർതർ ഹെൻറി ഹാലം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രൗണിങ്സ് മൈ ലാസ്റ്റ് ഡച്ചസ് ഇസ് ദ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ഓഡ്, ഓപ്ഷൻ ബി എലജി, ഓപ്ഷൻ സി ഡ്രമാറ്റിക് മോണോലോഗ്, ഓപ്ഷൻ ഡി ബാലഡ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത് ഒരു പോയമാണ്. അത് ഒരു സ്പീച്ചിന്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു സിംഗിൾ സ്പീക്കർ ഒരു സൈലന്റ് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് പാടുന്ന പോലെ അല്ലെങ്കിൽ സ്പീച്ച് നടത്തുന്ന പോലെ ഉള്ളൊരു പോയത്തിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്.
അതിനൊരു തിയേറ്ററിക്കൽ ക്വാളിറ്റി ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു നാടകീയമായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൽ ഉണ്ടാകുന്നുണ്ട്. മോണോലോഗ് എന്ന് വെച്ചാൽ ഒറ്റ പേഴ്സൺ ഡെലിവർ ചെയ്യുന്ന ഒരു സ്പീച്ചിനെയാണ് മോണോലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോയം. അതൊരു കൈൻഡ് ഓഫ് പോയമാണ്, റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ സ്പീച്ച്. ഓക്കെ, ബൈ എ സിംഗിൾ പേഴ്സൺ ഹാവിങ് തിയേറ്ററിക്കൽ ക്വാളിറ്റി. അപ്പോൾ ആ ഒരു സ്പീക്കർ ഒറ്റയ്ക്ക് നിന്ന് ഒരാളോട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പീക്കറിൻ്റെ ഒരു ക്യാരക്ടറാണ് അവിടെ റിവീൽഡ് ആകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു സ്പീക്കറിൻ്റെ ക്യാരക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് പോകാം. ബാലഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിമ്പിൾ നാരറ്റീവ് പോയം ഓഫ് ഫോക്ക് ഒറിജിൻ. നമ്മുടെ ഈ ഒരു നാടൻ പാട്ടില്ലേ, അതിനെയാണ് നമ്മൾ ബാലഡ് എന്ന് വിളിക്കുന്നത്. നാടൻ പാട്ട് പോലത്തെ ഉള്ള ഒരു ചെറിയ പോയം ഉള്ളതിനെയാണ് നമ്മൾ ബാലഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഓഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലിറിക്കൽ പോയം സ്പീക്കിംഗ് അബൌട്ട് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു ലിറിക് പോയമാണ് ഓഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പീക്കിംഗ് അബൌട്ട് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും ആ ഒരു ലിറിക്കിലൂടെ സംസാരിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, ഓഡ് ടു ദ നൈറ്റിംഗേൽ എന്നൊക്കെ. അപ്പോൾ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു ഓഡിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 75th ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the sentence which will have a drastic change of meaning if the comma is misplaced. കോമ മിസ്പ്ലേസ് അല്ലെങ്കിൽ വേറൊരു പ്ലേസിൽ ഇടുകയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൽ ഏത് സെൻറ്റൻസിനാണ് നല്ലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുക എന്നാണ്. ഓപ്ഷൻ എ മാഡം, ഐ ആം ആഡം. ഓപ്ഷൻ ബി ടോമി, മൈ ഫ്രണ്ട്. ഓപ്ഷൻ സി ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ. ഓപ്ഷൻ ഡി ഡെത്ത്, ഡോണ്ട് ബി പ്രൗഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമ പലയിടത്തും പല സെൻറ്റൻസിലും മാറ്റി നോക്കുക. മാഡം, ഐ ആം കഴിഞ്ഞിട്ട് ഈ ഒരു കോമ ഇട്ട് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ടോമി, മൈ, അതിനുശേഷം ഒരു കോമ ഇട്ടാലും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും വലിയ മാറ്റമില്ല. ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ, ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ. ലെറ്റ്സ് ഈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടുകയാണെങ്കിൽ അമ്മൂമ്മേ നമുക്ക് ഫുഡ് കഴിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ലെറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കോമയിട്ട് ഈറ്റ് ഗ്രാൻഡ്മ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അമ്മൂമ്മയെ കഴിക്കാം, അമ്മൂമ്മയെ തിന്നാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 76th question. Most of the novels of R.K. Narayanan are set in option A Malgudi, option B Kaikurushi, option C Wessex, option D Ayamanam. The right answer is option A Malgudi. അപ്പോൾ R.K. നാരായണന്റെ ഓൾമോസ്റ്റ് മിക്ക നോവൽസും സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫിക്ഷണൽ പ്ലേസിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് മാൽഗുഡിയാണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. തോമസ് ഹാർഡിയുടെ ഓൾമോസ്റ്റ് എല്ലാ നോവൽസും വെസെക്സ് നോവൽസ് എന്നറിയപ്പെടുന്നു. കാരണം വെസെക്സ് എന്ന് പറയുന്ന ആ ഒരു ഫിക്ഷണൽ അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ടാണ് ഈ നോവൽസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്നത് തോമസ് ഹാർഡിയുടെ ഒരു നോവലാണ്. അപ്പോൾ ആ ഒരു നോവൽ എന്ന് പറയുമ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വെസെക്സിലാണ്. ഓക്കെ, ഇനി അയമനം നമുക്കറിയാം, അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആ ഒരു നോവല് സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ വെച്ചാണ്? അയമനത്തിൽ വെച്ചാണ്. അയമനം. ഓക്കെ, 77th question. Which of these novels is written by Nungi Wa Thiongo? നുങ്കി വോ ഥിയോങ്കോ ഇതിൽ ഏത് നോവലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഹാഫ് ഓഫ് എ യെല്ലോ സൺ, ഓപ്ഷൻ ബി ദ പെറ്റൽസ് ഓഫ് ബ്ലഡ്, ഓപ്ഷൻ സി ആരോ ഓഫ് ഗോഡ്, ഓപ്ഷൻ ഡി തിങ്സ് ഫോൾ അപ്പാർട്ട്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ദ പെറ്റൽസ് ഓഫ് ബ്ലഡ്, ഓപ്ഷൻ ബി. സോ നുങ്കി വോ ഥിയോങ്കി ദ പെറ്റൽസ് ഓഫ് ബ്ലഡ് എഴുതിയ ആളാണ്. അപ്പോൾ നുങ്കി വോ ഥിയോങ്കി ഒരു കെന്യൻ റൈറ്റർ ആണ്. ആൻഡ് ഹി ഹാഡ് റിട്ടൺ ദ വർക്ക് ദ പെറ്റൽസ് ഓഫ് ബ്ലഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസിലേക്ക് പോകാം. ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നത് ചിമമന്ദ അഡിച്ചിയാണ്. ചിമമന്ദ എൻ അഡിച്ചിയാണ്. അതുപോലെ തന്നെ ആരോ ഓഫ് ഗോഡ് ആൻഡ് തിങ്സ് ഫോൾ അപ്പാർട്ട്, ഈ രണ്ട് നോവൽസും ആരോ ഓഫ് ഗോഡും അതുപോലെ തിങ്സ് ഫോൾ അപ്പാർട്ടും എഴുതിയിരിക്കുന്നത് ആരാണ്? ചിനുവ അച്ചീബി. ഈ പറഞ്ഞ ചിമമന്ദ അഡിച്ചിയും അതുപോലെ ചിനുവ അച്ചീബിയും നൈജീരിയൻ ഓതേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഹൂ
which of these novels is written by Nungi Wo Thiongi? അപ്പോൾ ദ പെറ്റൽസ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയിരിക്കുന്നത് നുങ്കി വോ തിയോങ്കി ആണ്. കെന്യൻ റൈറ്റർ ആണ്. ഹാഫ് ഓഫ് എ യെല്ലോ സൺ എഴുതിയിരിക്കുന്നത് ചിമമന്ത അഡിച്ചിയാണ്, നൈജീരിയൻ ഓതർ. അഡൈച്ചി, ചിമമന്ത അഡൈച്ചി. ഇനി ആരോ ഓഫ് ഗോഡും അതുപോലെ തിങ്സ് ഫോൾ അപ്പാർട്ടും എഴുതിയിരിക്കുന്നത് ചിനുവ അച്ചീബി. ഓക്കെ. 78th question. The theory of epic theatre was developed by option A Samuel Beckett, option B Bertolt Brecht, option C James Finch, option D Bernard Shaw. The right answer is option B Bertolt Brecht. Epic theatre എപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെർട്ടോൾട്ട് ബ്രെച്ചുമായിട്ടാണ്. നമുക്കിനി മറ്റ് ഓപ്ഷൻസിലേക്ക് പോകാം. സാമുവൽ ബെക്കറ്റിൻ്റെ ആണ് വെയിറ്റിംഗ് ഫോർ ഗോഡറ്റ്. വെയിറ്റിംഗ് ഫോർ ഗോഡറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലേ ആരെഴുതിയതാണ്? ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ്. അത് എഴുതിയിരിക്കുന്നത് സാമുവൽ ബെക്കറ്റ് ആണ്. അതിൻ്റെ ഫുൾ ടൈറ്റിൽ വേണമെങ്കിൽ ചോദിക്കാം. വെയിറ്റിംഗ് ഫോർ ഗോഡറ്റ്, എ ട്രാജഡി ഇൻ 2 acts. എ ട്രാജിക് കോമഡി ഇൻ 2 acts. വെയിറ്റിംഗ് ഫോർ ഗോഡറ്റ്, എ ട്രാജിക് കോമഡി ഇൻ 2 acts. അപ്പോൾ ഈ ഒരു വർക്ക് തിയേറ്റർ ഓഫ് എബ്സേർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. തിയേറ്റർ ഓഫ് എബ്സേർഡ്. അപ്പോൾ സാമുവൽ ബെക്കറ്റ് എന്ന് പറയുമ്പോൾ ഹി ഈസ് ഓൾവേസ് റിലേറ്റിംഗ് ടു തിയേറ്റർ ഓഫ് ആബ്സേർഡ്. ഓക്കെ, തിയേറ്റർ ഓഫ് ആബ്സേർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി ബേർണാഡ് ഷോയുടെ ഒരു അടിപൊളി വർക്കാണ് പിഗ്മാലിയൻ. ഒരു സിഗ്നിഫിക്കൻറ്റ് വർക്കാണ് പിഗ്മാലിയൻ. ബിക്കോസ് ഈ ഒരു വർക്ക് ഇറ്റ് വാസ് അഡാപ്റ്റഡ് ഇൻ ടു ഫിലിം മൈ ഫെയർ ലേഡി എന്ന് പറഞ്ഞ ഒരു ഫിലിം എവിടെ നിന്നാണ് ഉണ്ടായത് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേർണാഡ് ഷോയുടെ പിഗ്മാലിയൻ എന്ന് പറഞ്ഞ വർക്കിൽ നിന്നാണ്. ഓക്കെ, പിഗ്മാലിയൻ. ഇനി നമുക്ക് 79th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ആർ കോൺസെപ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത്. ബേസും സൂപ്പർ സ്ട്രക്ചറും ഇത് രണ്ടും കോൺസെപ്റ്റുകളാണ്. അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരായിട്ടാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്ട്രക്ചറലിസം, ഓപ്ഷൻ ബി ഓക്സ്ഫോർഡ് മൂവ്മെന്റ്, ഓപ്ഷൻ സി ഡെക്കഡൻസ് ആൻഡ് ഓപ്ഷൻ ഡി മാർക്സിസ്റ്റ് ലിറ്റററി തിയറി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി മാർക്സിസ്റ്റ് ലിറ്റററി തിയറി. മാർക്സിസ്റ്റുകാരുടെയാണ് ഈ ഒരു ബേസ്, സൂപ്പർ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു അനലൈസ് ദ നാരറ്റീവ് ടെക്സ്റ്റ്. ഏതെങ്കിലും ഒരു നാരേറ്റീവ് ടെക്സ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് നമ്മൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആകട്ടെ, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ആ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അനലൈസ്, ഇറ്റ് ഈസ് ആൻ അപ്രോച്ച്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്ന അപ്രോച്ചിലൂടെയാണ് നമ്മളൊരു നാരറ്റീവ് ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ റിലീജിയസ് മൂവ്മെന്റ്. ഓക്കെ, ഇംഗ്ലണ്ടിൽ നടന്ന ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ്. 19th സെഞ്ച്വറിയിലാണ്. ഇറ്റ് വാസ് സെൻറ്റേർഡ് അറൌണ്ട് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡ് മൂവ്മെന്റിൽ തന്നെ ഓക്സ്ഫോർഡ് എന്നുണ്ട്. അപ്പോൾ അത് സെൻറ്റർ ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഓക്സ്ഫോർഡിൽ തന്നെയാണ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിന്യൂവൽ ഓഫ് കത്തോലിക് ചർച്ച്. കത്തോലിക് ചർച്ചിന്റെ റിന്യൂവൽ ആണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഈ ഒരു ഓക്സ്ഫോർഡ് മൂവ്മെന്റിനെ നമുക്ക് ട്രാക്ടേറിയൻ മൂവ്മെന്റ് എന്നും വിളിക്കാം. ട്രാക്ടേറിയൻ മൂവ്മെന്റ്. ഓക്കെ, ഇനി ഡെക്കഡൻ മൂവ്മെന്റ് എന്ന് പറയുന്നതും ഒരു ലേറ്റ് 19th സെഞ്ച്വറിയിലെ ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി മൂവ്മെന്റ് ആണ്. ലേറ്റ് 19th സെഞ്ച്വറിയിലെ ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി മൂവ്മെന്റ് ആണ് ഈ ഒരു ഡെക്കഡൻസ് അല്ലെങ്കിൽ ഡെക്കഡന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെക്കഡൻസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് വിളിക്കാം അതിനെ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 80th ക്വസ്റ്റ്യൻ. The novelist who created the characters Tom Sawyer and Huckleberry Finn. അപ്പോൾ who is the novelist who created the characters Tom Sawyer and Huckleberry Finn? So the answer option A Mark Twain, option B James Joyce, option C Daniel Defoe, option D Robert Louis Stevenson. So the right answer is option A Mark Twain. So Adventures of Tom Sawyer അതാണ് ഫുൾ ടൈറ്റിൽ കേട്ടോ. അഡ്വെഞ്ചേഴ്സ് ഓഫ് ടോം സോയറും അതുപോലെ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിന്നും ഈ രണ്ട് നോവൽസും എഴുതിയിരിക്കുന്നത് മാർക്ക് ട്വെയിൻ ആണ്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകാം. ഡബ്ലിനേഴ്സ്, അതുപോലെ എ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, അതുപോലെ യുലിസസ്, ഈ 3 വർക്ക്സും എഴുതിയിരിക്കുന്നത് നമ്മുടെ ജെയിംസ് ജോയ്സ് ആണ്. ജെയിംസ് ജോയ്സിന്റെ വർക്ക്സ് ആണ് ഡബ്ലിനേഴ്സ്, എ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, യുലിസസ്. ഓക്കെ, ഇതിൽ യുലിസസ് എന്ന് പറയുമ്പോൾ ജെയിംസ് ജോയ്സ് എഴുതിയ നോവലാണ്. എന്നാൽ പോയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെന്നിസൺ എഴുതിയതാണ്. യുലിസസ് എന്ന് പറഞ്ഞ പോയം ടെന്നിസൺ ആണ് എഴുതിയിരിക്കുന്നത്. നോവൽ എഴുതിയിരിക്കുന്നത് ജെയിംസ് ജോയ്സ് ആണ്. ആ ഒരു നോവലിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന
അടിപൊളി ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏത് നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ലിനേഴ്സ് ആണോ അതോ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ആണോ അതോ യൂലിസസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതിക്കോളൂ, യൂലിസസ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് എ നോവൽ ബൈ ജെയിംസ് ജോയ്സ്. പക്ഷേ പോയം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ടെന്നിസൺ എന്നാണ്. ഇനി ഡാനിയൽ ഡിഫോ ആണെങ്കിലോ റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് വർക്ക് എഴുതിയിരിക്കുന്നത് ഡാനിയൽ ഡിഫോ ആണ്. ഓക്കെ, ഡാനിയൽ ഡിഫോ ഹാഡ് റിട്ടൺ ദ വർക്ക്. 81st question. Pick out the novel written in stream of consciousness mode by a woman writer. Option A, Frankenstein. Option B, To the Lighthouse. Option C, Ulysses. And option D, Sense and Sensibility. സോ ഇതിൽ ഏത് നോവലാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിൽ ഒരു വുമൻ റൈറ്റർ എഴുതിയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ടു ദ ലൈറ്റ് ഹൗസ്. കാരണം വെർജീനിയ വുൾഫ് ആണ് ടു ദ ലൈറ്റ് ഹൗസ് എഴുതിയിരിക്കുന്നത്. ഷീ ഇസ് എ വുമൺ. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ടെക്നിക്കും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഇനി വുമൺ അല്ല മാൻ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി യൂലിസസ് എഴുതാമായിരുന്നു. കാരണം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു യൂലിസസിലും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു വുമൺ റൈറ്റർ ആയതുകൊണ്ട് നമുക്ക് ടു ദ ലൈറ്റ് ഹൗസ് ആണ് ഇടാൻ പറ്റിയ ഓപ്ഷൻ. കാരണം അവിടെ വെർജീനിയ വുൾഫ് ആണ് ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. ഈ ഒരു വർക്കിലും നമുക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് കാണാൻ സാധിക്കുന്നു. ഇനി മറ്റ് ഓപ്ഷൻസിലേക്ക് കടക്കാം. ഫ്രാങ്കൻസ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ഗോത്തിക് നോവൽ എഴുതിയിരിക്കുന്നത് മേരി ഷെല്ലിയാണ്. മേരി ഷെല്ലി. ഇനി സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എഴുതിയിരിക്കുന്നത് ആരാണ്? ജെയിൻ ഓസ്റ്റൻ ആണ്. ഓക്കെ, ഇനി 82nd question. Who among the following was not known as a lake poet? ഇതിൽ ആരാണ് ലേക്ക് പോയറ്റ് എന്ന് അറിയപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ കോൾറിഡ്ജ്, ഓപ്ഷൻ ബി വേർഡ്സ്വർത്ത്, ഓപ്ഷൻ സി ഷെല്ലി, ഓപ്ഷൻ ഡി റോബർട്ട് സദേ. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഷെല്ലിയാണ്. ഷെല്ലി എന്ന് പറഞ്ഞാൽ യങ്ങർ റൊമാൻറ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. യങ്ങർ റൊമാൻറ്റിക് പോയറ്റ് എന്നാണ് ഷെല്ലിയെ അറിയപ്പെടുന്നത്. ബാക്കി ഈ പറഞ്ഞ കോൾറിഡ്ജ്, വില്യം വേർഡ്സ്വർത്ത്, റോബർട്ട് സദേ എന്ന് പറയുമ്പോൾ ഇവരെ ലേക്ക് പോയറ്റ്സ് എന്നും അറിയപ്പെടും. അതുപോലെ ഓൾഡർ റൊമാൻറ്റിക് പോയറ്റ്സ് എന്നും അറിയപ്പെടും. ഓൾഡർ റൊമാൻറ്റിക് പോയറ്റ്സ് ആണ് കോൾറിഡ്ജും വില്യം വേർഡ്സ്വർത്തും അതുപോലെ റോബർട്ട് സദയും. എന്നാൽ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ ഇവരെ മൂന്നുപേരും എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? യങ്ങർ റൊമാൻറ്റിക് പോയറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റോങ്ലി സ്പെൽഡ് വേർഡ്. റോങ്ലി സ്പെൽഡ് വേർഡ് എന്തൊക്കെയാണ്? ഇതിൽ ഏതാണ് റോങ്ലി സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ എ നെമിസിസ്, ഓപ്ഷൻ ബി ക്രൈസിസ്, ഓപ്ഷൻ സി തെസിസ്, ഓപ്ഷൻ ഡി ക്രെവിസ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ നെമിസിസ് ആണ്. നെമിസിസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് NEMESIS. എസ് ആണ്, സിക്ക് പകരം എസ് ആണ്. എന്നാൽ ക്രൈസിസിന്റെ പ്ലൂറൽ ആണ് ക്രൈസിസ്, തിസിസിന്റെ പ്ലൂറൽ ആണ് തെസിസ്, ക്രെവിസിന്റെ പ്ലൂറൽ ആണ് ക്രെവിസസ്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ സിംഗുലർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് സ്പെൽ ചെയ്തിരിക്കുന്ന വേർഡ് നെമിസിസ് ആണ്. NEMESIS ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 84th question. Which of the following is not true about Spencerian stanza? Which of the following is not true about Spencerian stanza? Option A, it contains 8 lines in iambic pentameter. Option B, one line in Alexandrine. Option C, rhyme pattern is AB, 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 C. Option D, the form was invented by Edmund Spenser. So the right answer, rhyme pattern is AB, 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 C. ഓക്കെ, അപ്പോൾ സ്പെൻസേറിയൻ സ്റ്റാൻസിനെ കുറിച്ച് പറഞ്ഞ എയും ബിയും അതുപോലെ ഡിയും ഓപ്ഷൻസ് കറക്റ്റ് ആണ്. കാരണം സ്പെൻസേറിയൻ സ്റ്റാൻസ ഇറ്റ് കണ്ടെയ്ൻസ് 8 ലൈൻസ് ഇൻ ആംബിക് പെൻറ്റാമീറ്റർ. അതിൽ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ അലക്സാൻഡ്രൻ ആണ്. അത് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് എഡ്മണ്ട് സ്പെൻസർ ആണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ റൈം സ്കീം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ റൈം സ്കീമാണ് AB, AB, BC, BC, CD, CD, EE. എന്താ ഒന്നുകൂടെ പറയാം? AB, AB, BC, BC, CD, CD, EE. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഷേക്സ്പിയറിയൻ സോണറ്റ്. ഓക്കെ, ഷേക്സ്പിയറിയൻ സോണറ്റ്, ഷേക്സ്പിയർ പോപ്പുലർ ആക്കിയ ഒരു സോണറ്റാണ് ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് പറയുന്നത്. ഷേക്സ്പിയർ പുള്ളിക്കാരൻ്റെ സോണറ്റ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് ഈ ഒരു ഷേക്സ്പിയറിയൻ സോണറ്റ് മോഡിലാണ്. അപ്പോൾ അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB, AB, CD, CD, EF, EF, GG. AB, AB, CD, CD, EF, EF, GG. AB, AB, CD, CD, EF, EF, GG. എന്നാൽ പെട്രാർക്കിയൻ സോണറ്റ്
എന്ന് പറയുന്നത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് സോണറ്റ് ആണ്. അതിൻ്റെ റൈം സ്കീം എന്ന് പറയുമ്പോൾ എ ബി ബി എ സി ഡി സി ഓർ സി ഡി ഇ. ഒന്നും കൂടെ എ ബി ബി എ സി ഡി സി ഓർ സി ഡി ഇ. അപ്പോൾ അത് പെട്ടെന്ന് പഠിക്കാനായിട്ട് നമുക്ക് അബ്ബ സി ഡി സി ഓർ സി ഡി ഇ എന്ന് നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു കോഡ്. ഇനി സ്പെൻസേറിയൻ സ്റ്റാൻസ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്പെൻസേറിയൻ സോണറ്റ് എന്ന് പറയുമ്പോൾ എ ബി നമുക്ക് അതിനെ എബി എന്ന് വിളിക്കാം ഒരു പേരായിട്ട്. എ ബി ബി സി എ ബി എന്താണ്? ബിസിയാണ്. ബി സി ഓക്കെ. സി ഡി കൊണ്ടുവരാനാണ് എ ബിയോട് പറഞ്ഞിരിക്കുന്നത്. സി ഡി ഇ. അപ്പോൾ എ ബി ചിരിച്ചോണ്ടിരിക്കുകയാണ് ഇ. മനസ്സിലായോ? ഇത് എനിക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്തൊരു കോഡാണ്. എ ബി ബിസി സി ഡി ഇ. ഓക്കെ. അപ്പോൾ അതാണ് സ്പെൻസേറിയൻ സോണറ്റിൻ്റെ ആ ഒരു റൈം സ്കീമിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ റൈം സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 85th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഇസ് ആൻ എസ്സേ ബൈ ഓപ്ഷൻ എ FR ലെവിസ്, ഓപ്ഷൻ ബി JC റാൻസം, ഓപ്ഷൻ സി ക്ലെൻത്ത് ബ്രൂക്സ്, ഓപ്ഷൻ ഡി TS എലിയറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി TS എലിയറ്റ്. നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോവാം. ദ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു എസ്സേ അത് എഴുതിയിരിക്കുന്നത് FR ലെവിസ് ആണ്. സോ FR ലെവിസിന്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് വർക്കാണ് ദ ഗ്രേറ്റ് ട്രഡീഷൻ. ഇനി JC റാൻസം ആണ് ന്യൂ ക്രിറ്റിസത്തിന്റെ ഫൗണ്ടർ. ദ ഫൗണ്ടർ ഓഫ് ന്യൂ ക്രിറ്റിസിസം ഇസ് JC റാൻസം. ഇനി ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എഴുതിയിരിക്കുന്നത് ക്ലെൻത്ത് ബ്രൂക്സ് ആണ് ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിനെ കുറിച്ചെല്ലാം കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് 86th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Pick out the rhetorical question. Option A, are you coming? Option B, why are you late? Option C, a screwdriver. Option D, who would like to live a poor life? അപ്പോൾ ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ടു ക്രിയേറ്റ് എ ഡ്രമാറ്റിക് ഇഫക്റ്റ് റാദർ ദാൻ ടു ഗെറ്റ് ആൻസർ. ഒരു ആൻസർ കിട്ടേണ്ടതിന് പകരം ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ്, ഒരു നാടകീയ മുഹൂർത്തം ഉണ്ടാക്കുക അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും? ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഏതായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഓപ്ഷൻ എ അല്ല, ആർ യു കമ്മിങ്, അതിന് നമുക്ക് യെസ് ഓർ നോ ഉണ്ട്. വൈ ആർ യു ലേറ്റ്, അതിന് ഒരു റീസൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആൻസർ ഉണ്ട്. എ സ്ക്രൂ ഡ്രൈവർ, യെസ് ഓർ നോ എന്ന് നിങ്ങൾക്ക് പറയാം. വുഡ് യു ലൈക്ക് ടു ലീവ് എ പുവർ ലൈഫ്, അപ്പോൾ അതിന് നമുക്ക് നോ അല്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞാലും അത് നമുക്കൊരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആക്കി എടുക്കാം. കാരണം പുവർ ലൈഫിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങോട്ട് തിങ്ക് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഹൂ വുഡ് ലൈക്ക് ടു ലീവ് എ പുവർ ലൈഫ്, അപ്പോൾ അതൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് അതൊരു ഡ്രാമാറ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. So the right answer is option D. 87th question. Which of the following concept is not a contribution of Freud? ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഓപ്ഷൻ ബി, ദ ഐഡിയ ഓഫ് മെയിൽ ഗേസ്. ഓപ്ഷൻ സി, ദ കോൺസെപ്റ്റ് ഓഫ് infantile sexuality. Option D, the theory of unconscious. So the correct answer is the idea of male gaze. Okay. ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഡ്രീംസും അതുപോലെ തന്നെ ഇൻഫെൻറ്റൈൽ സെക്ഷുവാലിറ്റിയും ആൻഡ് ഓൾസോ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റുകളും ഫ്രോയിഡുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ദ ഐഡിയ ഓഫ് മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് അത് ലൗറ മൾവേയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ആരുടെ കോൺസെപ്റ്റ് ആണ്? ലൗറ മൾവേ, LAURA, ലൗറ മൾവേ, MULVEY. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 88th ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഇസ് ദ പ്രിഫിക്സ് യൂസ്ഡ് ടു ഫോം ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഓറിയന്റഡ്? ഓപ്ഷൻ എ, ഇൻ. ഓപ്ഷൻ ബി, ഡി. ഓപ്ഷൻ സി, ഡസ്. ഓപ്ഷൻ ഡി, നോൺ. സോ പ്രിഫിക്സ് എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? ഒരു വേർഡിന്റെ മുമ്പിൽ കുറച്ച് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓറിയന്റഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന തരത്തിലുള്ള ഒരു വേർഡ് ഉണ്ടാക്കുക ഒരു പ്രിഫിക്സ് യൂസ് ചെയ്ത്. അപ്പോൾ ഇൻ ഓറിയന്റഡ് എന്ന് വരത്തില്ല, ഡി ഓറിയന്റഡ് എന്ന് വരത്തില്ല, ഡിസ് ഓറിയന്റഡ് നമുക്ക് എന്തോ ഒരു മനസ്സിൽ പെട്ടെന്ന് ക്ലിക്ക് ആകും, ഇതൊരു ഓപ്പോസിറ്റ് പോലെ തോന്നുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? ഡിസ് ഓറിയന്റഡ്. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
89th question. Robert Browning is a poet of option A, the pre-Raphaelite Brotherhood, option B, the Victorian period, option C, early Romanticism, option D, Dadaism. So the right answer is the Victorian period. റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുമ്പോൾ ഏത് പീരിയഡിൽ ബിലോങ് ചെയ്യുന്ന പോയിറ്റ് ആണ്? വിക്ടോറിയൻ പീരിയഡിൽ ഉള്ള പോയിറ്റ് ആണ്. അപ്പോൾ ആ പീരിയഡിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് പോയറ്റ്സും കൂടിയുണ്ട്. ആൽഫ്രഡ് ലോർഡ് ടെനിസൺ, അതുപോലെ തന്നെ റോബർട്ട് ബ്രൗണിംഗ്, മാത്യു ആർണൾഡ്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. അപ്പോൾ ഇത്രയും പേര് എവിടുത്തെ പോയിറ്റ് ആണ്? വിക്ടോറിയൻ പീരിയഡിലെ പോയറ്റ്സുകളാണ് ഈ പറഞ്ഞ പോയറ്റ്സുകളെല്ലാം. ഓക്കെ, ഇനി നമുക്ക് 90th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടേം ഡെനുമോ, നമ്മൾ ഡിനുമൗണ്ട് എന്നൊക്കെ നമ്മൾ പല പേരുകളിലാണ് പറയുന്നത്, പക്ഷെ അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഡെയ്നൂമോ. ഓക്കെ, സോ ദ ടേം ഡെയ്നൂമോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഷേക്സ്പിയറിയൻ പ്ലേ റെഫേഴ്സ് ടു എന്താണ്? അതിന്റെ ഉത്തരം ഓപ്ഷൻ എ എക്സ്പോസിഷൻ, ഓപ്ഷൻ ബി ഫൈനൽ ഔട്ട്കം, ഓപ്ഷൻ സി ക്രൈസിസ് ഇൻ എ പ്ലേ, ഓപ്ഷൻ ഡി റൈസിംഗ് ആക്ഷൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഫൈനൽ ഔട്ട്കം. അപ്പോൾ ഡെയ്നൂമോ എന്ന് പറയുന്നത് ഫൈനൽ പാർട്ട് ഓഫ് ദ പ്ലേ, ഒരു പ്ലേയുടെ ഫൈനൽ പാർട്ടിനെ അല്ലെങ്കിൽ എൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെയ്നൂമോ എന്ന് പറയുക. അപ്പോൾ ഇതിൽ എക്സ്പോസിഷൻ എന്താണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ദ ഓഡിയൻസ് ടു ദ സ്റ്റോറി, സെറ്റിംഗ്, ക്യാരക്ടർ. അപ്പോൾ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ സ്റ്റോറിയുടെ ആ ഒരു സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിനെയാണ്. ആർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു? ഓഡിയൻസിന്, കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പോസിഷൻ എന്ന് പറയുക. ഓക്കെ, 91st ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഇസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ എക്സ്പ്രഷൻ പുട്ട് യുവർ ഹെഡ്സ് ടുഗെദർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ, അത് എന്ത് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫിഗർ ഓഫ് സ്പീച്ച് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ എ ഐറണി, ഓപ്ഷൻ ബി പേഴ്സോണിഫിക്കേഷൻ, ഓപ്ഷൻ സി സിനെക്ഡക്കി, ഓപ്ഷൻ ഡി സിമിലി. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സിനെക്ഡക്കി. ഓക്കെ, സിനെക്ഡക്കി. നമ്മൾ സിനെക്ഡോക്ക് എന്നൊക്കെയാണ് പറയുന്നത്, സിനെക്ഡക്കി എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സിനെക്ഡക്കി എന്ന് പറയുമ്പോൾ ഹിയർ ദ ഹോൾ ഇസ് റെഫേർഡ് ടു ബൈ ജസ്റ്റ് എ പാർട്ട്. ഒരു പാർട്ടാണ് ഒരു ഹോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹാസ് റീന ഗോട്ട് വീൽസ്? റീനയ്ക്ക് വീൽസ് ഉണ്ടോ എന്നാണ് ചോദ്യം. വീൽസിന്റെ അർത്ഥം ഇവിടെ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഒരു സ്കൂട്ടിയോ ഉണ്ടോ എന്നാണ്. അപ്പോൾ വീൽസ് ഒരു വെഹിക്കിളിന്റെ ഒരു പാർട്ടാണ്, അത് മൊത്തത്തിൽ ആ ഒരു വെഹിക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു പാർട്ടാണ് ഹോളിനെ റെപ്രസെന്റ് ചെയ്യുക. എവിടെ? സിനെക്ഡോക്കിയിൽ. ഓക്കെ, സിനെക്ഡക്കിയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ഹോളിനെ നമ്മളൊരു പാർട്ടായിട്ടാണ് പറയുന്നത്. ഹാസ് റീന ഗോട്ട് വീൽസ്? ഇവിടെ വീൽസ് എന്ന് പറയുമ്പോൾ കാറിനെ അല്ലെങ്കിൽ സ്കൂട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ബൈസൈക്കിൾ അല്ലെങ്കിൽ ബൈക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഐറണി എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് യൂസ് ഓഫ് വേർഡ്സ് ടു കൺവേ എ മീനിങ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഈസ് ആക്ച്വലി സെഡ്. ഓക്കെ, ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് വാട്ട് എ കോൾഡ് ഡേ, എന്ത് തണുപ്പുള്ള ദിവസമാണിത്. അപ്പോൾ അവിടെ ഒരു ഐറണിയാണ് പറയുന്നത്. ശരിക്കും അവിടെ ചൂടാണ്, എന്നാൽ തണുപ്പായിട്ട് പറയുകയാണ്. അപ്പോൾ ആ തണുപ്പിലൂടെ നമ്മൾ വാട്ട് എ കോൾഡ് ഡേ എന്ന് പറയുമ്പോൾ അതൊരു ഐറണിയാണെന്ന് മനസ്സിലാക്കാം. എന്തൊരു ചൂടാണ്, അപ്പോൾ നമ്മൾ അത് ഐറണിയായിട്ട് പറയുകയാണ്, ഓ എന്ത് തണുപ്പടേ, അങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂസ് ഓഫ് വേർഡ്സ് ടു കൺവേ എ മീനിങ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഈസ് ആക്ച്വലി സെഡ്. നമ്മൾ ആക്ച്വലി പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പേഴ്സോണിഫിക്കേഷൻ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വെൻ യു ഗീവ് ആൻ ആനിമൽ ഓർ ഒബ്ജക്റ്റ് ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ക്വാളിറ്റീസോ അല്ലെങ്കിൽ എബിലിറ്റീസോ നമ്മൾ ഒരു ആനിമലിനോ ഒബ്ജക്റ്റിനോ ഹ്യൂമൻ ബീങ് അല്ലാത്ത എന്തിനെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലൈറ്റ്നിങ് ഡാൻസ്ഡ് അക്രോസ് ദ സ്കൈ. മിന്നല് സ്കൈയിലൂടെ ഡാൻസ് കളിക്കുകയാണ് അല്ലെങ്കിൽ സ്കൈയിൽ ഡാൻസ് കളിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മിന്നൽ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ് അല്ല, നോൺ ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? പേഴ്സോണിഫൈ ചെയ്യുകയാണ്. മനുഷ്യന്റെ ഒരു ക്വാളിറ്റി കൊടുക്കുകയാണ്. മനുഷ്യനാണ് ഡാൻസ് കളിക്കുന്നത് അല്ലേ? അപ്പോൾ ലൈറ്റ്നിങ് ഡാൻസ്ഡ് അക്രോസ് ദ സ്കൈ എന്ന് പറയുമ്പോൾ
മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു മനുഷ്യനല്ലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്ങോ ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെൻ യു ഗീവ് ആൻ ആനിമൽ ഓർ ഒബ്ജക്റ്റ് ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഓക്കെ, ഇനി സിമിലി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് ടു ഡിഫറെൻറ്റ് തിങ്സ്. രണ്ട് ഡിഫറെൻറ്റ് തിങ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, ആസ് ഡാഷ് ആസ് എന്ന് നമ്മൾ യൂസ് ചെയ്യും. എക്സാമ്പിൾ ഞാൻ പറയാം. ഷീ സിങ്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുകയാണ് അവൾ പാടുകയാണ്. ആരെ പോലെ പാടുന്നു? ലൈക്ക് ആൻ ഏഞ്ചൽ, ഒരു ഏഞ്ചലിനെ പോലെ പാടുകയാണെന്ന് പറയുന്നു. സോ ഷീ സിങ്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഇവിടെ ലൈക്ക് വന്നതുകൊണ്ടും അവൾ പാടുന്നതിനെ ഒരു ഏഞ്ചലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് അതിനെ സിമിലി എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഹി വാസ് ആസ് ടോൾ ആസ് എ ട്രീ. അവൻ ഒരു ട്രീയെ പോലെ തന്നെ ടോൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി വാസ് ആസ് ടോൾ ആസ് വന്നതുകൊണ്ട് തന്നെ അതൊരു സിമിലിയാണ്. സോ സിമിലി എന്ന് വെച്ചാൽ കമ്പാരിസൺ ഓഫ് ടു ഡിഫറെൻറ്റ് തിങ്സ്. 92nd question, what does the word sans mean in lay belle dame sans mercy? lay belle dame sans mercy എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് അല്ലാതെ അതൊരു വർക്കാണ്. അതിൽ സാൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഓപ്ഷൻസ്: എ റിവെഞ്ച്ഫുൾ, ബി വിത്തൗട്ട്, സി ലവിങ്, ഡി ഫുൾ ഓഫ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ബി വിത്തൗട്ട്. ലേ ബെൽ ഡെയിം സാൻസ് മേഴ്സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയം ബൈ ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് ഈ ഒരു ലേ ബെൽ ഡെയിം സാൻസ് മേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റഡ് ആകുമ്പോൾ ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് പിറ്റി എന്നാണ്. ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് പിറ്റി. അപ്പോൾ ലേ എന്ന് പറയുമ്പോൾ ദ വരുന്നു, ബെൽ എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ വരുന്നു, ഡെയിം എന്ന് പറയുമ്പോൾ ലേഡി വരുന്നു, സാൻസ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് വരുന്നു, മേഴ്സി എന്ന് പറയുമ്പോൾ അവിടെ പിറ്റി വരുന്നു. സോ ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് പിറ്റി, ലേ ബെൽ ഡെയിം സാൻസ് മേഴ്സി. Okay, it's a poem, it's a wonderful poem by romantic poets John Keats. Okay, ഇനി നമുക്ക് 93rd ക്വസ്റ്റ്യനിലേക്ക് പോകാം. One of the prominent figures of archetypal criticism. അപ്പോൾ അത് ആരുടെയാണ്? നോർത്തോപ്പ് ഫ്രൈ ഇസ് ഓൾവേസ് റിലേറ്റിംഗ് ടു ആർക്കിടൈപ്പ് ക്രിറ്റിസിസം. അപ്പോൾ ആർക്കിടൈപ്പ് ക്രിറ്റിസിസം ആയിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ഓപ്ഷൻ സി, നോർത്തോപ്പ് ഫ്രൈ. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകാം. മാത്യു ആർണൾഡ് എന്ന് പറയുമ്പോൾ കൾച്ചർ ആൻഡ് അനാർക്കി എഴുതിയ ആളാണ്. ഓക്കെ, കൾച്ചർ ആൻഡ് അനാർക്കി എഴുതിയ ആളാണ് മാത്യു ആർണൾഡ്. അപ്പോൾ അതിൻ്റെ ഫുൾ ടൈറ്റിൽ കൾച്ചർ ആൻഡ് അനാർക്കി, ആൻ എസ്സേ ഇൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം. ഓക്കെ, അതൊരു പീരിയോഡിക്കൽ എസ്സേ ആണ്, എഴുതിയിരിക്കുന്നത് മാത്യു ആർണൾഡ് ആണ്. ഇനി ഡ്രൈഡൻ എന്ന് പറയുമ്പോൾ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡ്രൈഡൻ ആണ്. ഇനി അഡോണോ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റു ഓപ്ഷനാണ് ഡി ഓപ്ഷൻ. എഡോണോ എന്ന് പറയുമ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആളാണ്. ഓക്കെ, കൾച്ചർ ഇൻഡസ്ട്രി, എഡോണോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസും കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഇസ് റിലേറ്റിംഗ് ടു നോർത്തോപ്പ് ഫ്രൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺ കീറ്റ്സ് ഡൈഡ് ഓഫ് ഓപ്ഷൻ എ an accident, option B tuberculosis, option C grief, option D old age. So the right answer is option B TB, tuberculosis കാരണമാണ് ജോൺ കീറ്റ്സിന് മരണം ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് 95th ക്വസ്റ്റ്യനിലേക്ക് പോകാം. The critic who suggested 3 phases of feminism, feminine, feminist, female, അങ്ങനെ 3 phases of feminism സജസ്റ്റ് ചെയ്ത ക്രിട്ടിക് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ Elaine Showalter, option B Kate Miller, option C Ellen Moores, and option D Julia Kristeva. So the right answer is Elaine Showalter. Okay, ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകാം. കേറ്റ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ സെക്ഷുവൽ പൊളിറ്റിക്സ് എന്നുള്ളൊരു വർക്ക് എഴുതിയിരിക്കുന്നത് കേറ്റ് മില്ലറ്റ് ആണ്. ഇനി എലൈൻ മോർസിന്റെ ആണ് ലിറ്റററി വുമൺ എന്ന് പറയുന്ന വർക്ക് എഴുതിയിരിക്കുന്നത് എലൈൻ മോർസ്. ഇനി ജൂലിയ ക്രിസ്റ്റേവ എന്ന് പറയുമ്പോൾ ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഇന്റർടെക്സ്ച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരാളാണ് ജൂലിയ ക്രിസ്റ്റേവ. ഓക്കെ, ഇനി നമുക്ക് 96th ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോവൽ ബൈ ഭാമ അബൌട്ട് ദളിത് ലൈഫിനെ കുറിച്ച് എഴുതിയ ഭാമയുടെ വർക്ക് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അക്കർമഷി, ഓപ്ഷൻ ബി ജൂതൻ, ഓപ്ഷൻ സി അൺടച്ചബിൾ, ഓപ്ഷൻ ഡി സംഗതി ഈവൻസ്.
So the right answer is option D, Sangati events. Okay. ഭാമ എഴുതിയ ദളിത് ലൈഫിനെ കുറിച്ച് എഴുതിയ ഒരു വർക്കാണ് സംഗതി. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. അക്കർമഷി എന്ന് പറയുമ്പോൾ ശരൺ കുമാർ ലിംബാലയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അക്കർമഷി എന്ന് പറയുമ്പോൾ ശരൺ കുമാർ ലിംബാലയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ജൂതൻ എന്ന് പറയുമ്പോൾ ഓം പ്രകാശ് വാൽമീകിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. സോ ജൂതൻ ഇസ് ആൻ ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ ഓം പ്രകാശ് വാൽമീകി. ഓക്കെ, ഇനി അൺടച്ചബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. മുൽക്ക് രാജ ആനന്ദിന്റെ വർക്കാണ് എന്ത് ഈ ഒരു അൺടച്ചബിൾ എന്ന് പറയുന്നത്. അവിടുത്തെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ക എന്നാണ് അവിടുത്തെ ആ ഒരു വർക്കിന്റെ ക്യാരക്ടർ. മുൽക്ക് രാജ ആനന്ദാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 97th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇക്കോ ഫെമിനിസം കമ്പൈൻസ് ദ കൺസേൺസ് ഓഫ് Option A, women and nature. Option B, women and theory. Option C, colonialism and women. Option D, women and history. So the right answer is option A, women and nature. So ecofeminism എന്തായാലും ഇക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്താണ്. ഇക്കോളജി എന്ന് പറയുമ്പോൾ നേച്ചർ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം ഫെമിനിസം എന്ന് പറയുമ്പോൾ വിമൺ ആയിട്ടും. സോ വിമൻ ആൻഡ് നേച്ചർ അത് ഒബ്വിയസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 98th ക്വസ്റ്റ്യൻ. The partner's tale is a part of option A, the Canterbury Tales, option B, the Pilgrim Progress, option C, Lives of Poets, option D, Plutarch's Lives. Okay, so the right answer is option A, the Canterbury Tales. നമ്മൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിക്കുന്ന ഒരു വർക്കാണ് ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ്. അതിലെ ഒരു ടെയിലാണ് പാർട്ട്നേഴ്സ് ടെയിൽ എന്ന് പറയുന്നത്. നമുക്ക് മറ്റു ഓപ്ഷൻസിലേക്ക് നോക്കാം. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോവൽ ബൈ ജോൺ ബന്യൻ. ജോൺ ബന്യന്റെ ഒരു അടിപൊളി നോവലാണ് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇനി ലൈവ്സ് ഓഫ് പോയിറ്റ്സ്, അതിന്റെ ഫുൾ ടൈറ്റിൽ എന്ന് വെച്ചാൽ ലൈവ്സ് ഓഫ് മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ്. ഓക്കെ, അത് എഴുതിയിരിക്കുന്നത് ആരാണ്? സാമുവൽ ജോൺസൺ അല്ലെങ്കിൽ ഡോക്ടർ ജോൺസൺ, അങ്ങനെയും വിളിക്കാം. ഓക്കെ, സാമുവൽ ജോൺസൺ ആണ് ലൈവ്സ് ഓഫ് പോയിറ്റ്സ് എഴുതിയിരിക്കുന്നത്. ലൈവ്സ് ഓഫ് പോയിറ്റ്സിന്റെ ഫുൾ ടൈറ്റില് ലൈവ്സ് ഓഫ് മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് സാമുവൽ ജോൺസൺ. ഇനി പ്ലൂട്ടാർക്സ് ലൈഫ് എന്ന് പറയുമ്പോൾ അത് എഴുതിയിരിക്കുന്നത് എന്താണ്? പ്ലൂട്ടാർക്കാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരലൽ ലൈഫ്സ്. പാരലൽ ലൈഫ്സ് എന്നും അറിയപ്പെടുന്നു. പ്ലൂട്ടാർക്സ് ലൈഫ്സിനെ എഴുതിയിരിക്കുന്നത് പ്ലൂട്ടാർക്കാണ്. അടുത്തത് നമുക്ക് 99th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലൈഫ് നാരറ്റീവ് ഓഫ് കമലാദാസ്? കമലാദാസിന്റെ ലൈഫ് നാരറ്റീവ് എന്താണ്? ഓപ്ഷൻ എ, മൈ സ്റ്റോറി. ഓപ്ഷൻ ബി, ആൻ ഓട്ടോബയോഗ്രഫി. ഓപ്ഷൻ സി, വെയിറ്റിംഗ് ഫോർ എ വിസ. ഓപ്ഷൻ ഡി, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് മൈ സ്റ്റോറി. ഓക്കെ, നമുക്കറിയാം കമലാദാസിന്റെ എൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്, ഓട്ടോബയോഗ്രഫിയാണ്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻ ബി, ആൻ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. ആ ഒരു ഓട്ടോബയോഗ്രഫിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടുവേർഡ്സ് ഫ്രീഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൻ ഓട്ടോബയോഗ്രഫി എന്നും അറിയപ്പെടുന്നത് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സോ ആൻ ഓട്ടോബയോഗ്രഫി അഥവാ ടുവേർഡ്സ് ഫ്രീഡം എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് വെയിറ്റിംഗ് ഫോർ എ വിസ, അത് എഴുതിയിരിക്കുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. അംബേദ്കറിന്റെ ഒരു ബുക്കാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. ഇനി മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, അത് നമുക്കറിയാം ആരായിരിക്കും? മഹാത്മാഗാന്ധി. ഓക്കെ, ഇനി നമുക്ക് 100th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോറ ഇസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ഇബ്സൻസ് പ്ലേ ഡാഷ്. ഓപ്ഷൻ എ, ഗോസ്റ്റ്സ്. ഓപ്ഷൻ ബി, പിയർ ഗൈൻഡ്. ഓപ്ഷൻ സി, പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി. ഓപ്ഷൻ ഡി, എ ഡോൾസ് ഹൗസ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, എ ഡോൾസ് ഹൗസ്. ഓക്കെ, അപ്പോൾ ഈ 3 വർക്ക്സും ഗോസ്റ്റും അതുപോലെ തന്നെ പിയർ ഗൈൻഡും പില്ലേഴ്സ് ഓഫ് സൊസൈറ്റിയും ആരാണ് എഴുതിയിരിക്കുന്നത്? ഇബ്സൺ ആണ് എഴുതിയിരിക്കുന്നത്. ഹെൻറിക് ഇബ്സൺ എന്ന് പറയുന്ന നോർവീജിയൻ പ്ലേ റൈറ്റ് ആണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ഇതിൽ നോറ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ വരുന്നത് എ ഡോൾസ് ഹൗസിലാണ്. എ ഡോൾസ് ഹൗസ് ഓപ്ഷൻ ഡിയിലാണ്. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നത്. ഹെൻറിക് ഇബ്സൺ എന്ന് പറയുമ്പോൾ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിയലിസം. അപ്പോൾ റിയലിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹെൻറിക് ഇബ്സൺ ആണ്. ഓക്കെ, ഹെൻറിക് ഇബ്സൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ 100 ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനോടൊപ്പമുള്ള ഓപ്ഷൻസിനും ഞാൻ എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്. മാക്സിമം ഇതിനെക്കുറിച്ച് ടോപ്പിക്സുകൾ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് 101 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.